സുനിലിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം റോഷ്നിയുമായി ചേർന്ന് മികച്ച നിലയിലാണ് പച്ചക്കറിയും മറ്റ് കാർഷിക വിളകളും എല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഓണക്കാലം സുനിലിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയെ കളറാക്കുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തൈ നടുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ, ഏറെ പ്രിയപ്പെട്ട എസ് രാധാകൃഷ്ണൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. കേരളത്തിൽ നിന്ന് വളരെ വേഗത്തിൽ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് പൂക്കൃഷി. കഴിഞ്ഞ കുറേ നാളുകളായി അതിന് ഒരു മാതൃകയായത് കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. കേരളത്തിലും ചെണ്ടുമല്ലി പോലുള്ള പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂക്കൾ വിരിയിക്കാമെന്നോ അത് കൃഷി ചെയ്യാമെന്നും കാണിച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ കഞ്ഞിക്കുഴിയാണ്. ഇപ്പോൾ വർഷങ്ങളായി നേരത്തെ ഇവിടെ അഭിമുഖത്തിൽ സൂചിപ്പിച്ച നമ്മള് 2021 പൂക്കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ചെയ്തു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അന്ന് 1000 ചുവട് ചെടികളാണ് നമ്മൾ നട്ടത്. അതിൽ നിന്ന് മികച്ച ഒരു വിളവ് കിട്ടിയപ്പോഴാണ് പൂക്കൃഷി നമുക്ക് ഇവിടെ വിജയിക്കുമെന്നുള്ള ഒരു മനസ്സിലായിക്കൊണ്ട് നമ്മളത് വിപുലമാക്കിയത്. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ 2025 ഓണത്തിന് 22,000-ഓളം വരുന്ന ചെണ്ടുമല്ലിയും വാടാമുല്ലയും ചേർന്നുള്ള തൈകളാണ് നട്ടത്. ഏകദേശം ഒരു 4,000-ഓളം പൂവ് നമുക്ക് ലഭിച്ചു. അപ്പൊ അതേ കണക്ക് തന്നെയാണ് ഇത്തവണ നമ്മളത് 22,000 എന്നുള്ളത് മൊത്തത്തിൽ 25,000-ലേക്ക് 3,000 ചുവടുകൂടി കൂട്ടി 25,000 തൈയിലേക്ക് ആക്കിക്കൊണ്ടുള്ള ഒരു വിപുലമായ ഒരു പൂക്കൃഷിയാണ് ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുള്ള 6,000-ഓളം വരുന്ന വാടാമുല്ല നമ്മൾ നട്ടു കഴിഞ്ഞു. ഒരാഴ്ച മുമ്പ് നട്ടു. വാടാമുല്ലയുടെ പ്രത്യേകിച്ച് 70 തൊട്ട് 80 ദിവസം വരെ വേണം നമുക്ക് നന്നായിട്ട് പൂവാകെ. ചെണ്ടുമല്ലി എന്ന് പറയുമ്പോൾ 45 ദിവസം കൊണ്ട് പൂവായി തുടങ്ങും. 60 അന്ന് നല്ല ഫ്ലവറിങ് ആകും. അപ്പോൾ ഓണത്തിന് നമുക്ക് 60 ദിവസം മുമ്പേ നട്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട നല്ല പൂക്കൾ കിട്ടും. മഴയാണ് നമ്മുടെ പ്രതികൂലമായി നിൽക്കുന്നതെങ്കിൽ പോലും കാലാവസ്ഥക്ക് മാറ്റം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതനുസരിച്ചുള്ള ഇത്തവണ നമ്മളൊരു 5,000 കിലോ പൂക്കൾ ഇവിടുന്ന് കിട്ടുക എന്ന പ്രതീക്ഷയിലാണ് നടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 150 രൂപയ്ക്കാണ് 1 കിലോ പൂവ് വിറ്റത്. അതേ മാർക്കറ്റ് തന്നെയാണ് ഇത്തവണ നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കൂടെ ഇന്നും നിൽക്കുന്നത് ചങ്കായിട്ട് നിൽക്കുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കഞ്ഞിക്കുഴി കൃഷിഭവനുമാണ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംയുക്തമായിട്ടാണ് നമ്മൾ ഈ പൂക്കൃഷി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ അവർക്ക് ഒരു സന്ദേശം പറഞ്ഞാൽ കഞ്ഞിക്കുഴി കളറാകും, നമ്മൾ കളറാക്കും എന്ന രീതിയിലാണ് നമ്മൾ സന്ദേശമായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷിഭവനും മുൻകൈ ഉണ്ട് എന്നതാണ് എന്നെ കൂട്ടുള്ള കർഷകർ